ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത സംഗീതജ്ഞൻ ജഗൻ വർമ്മ തൻ്റെ സംഗീത ജീവിതത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് കഥ തുടങ്ങുന്നത്. ലോകമെമ്പാടും ആരാധകരുള്ള ജഗൻ തൻ്റെ ഗാനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിരുന്നു. എന്നാൽ പൊതുവേദികളിലെ പ്രശസ്തിക്കും ആർഭാടങ്ങൾക്കും അപ്പുറം ജഗൻ്റെ ജീവിതത്തിൽ ആരും അറിയാത്ത ഒരു വശമുണ്ടായിരുന്നു. ജഗൻ്റെ ബാല്യകാലം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടുകളിലുമായിരുന്നു കടന്നുപോയത്. സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരാൻ ജഗനെ സഹായിച്ചത് ഒരു പഴയ പിയാനോയും അയൽപക്കത്തെ ഒരു സംഗീത അധ്യാപകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരോ മറ്റു വിവരങ്ങളോ ജഗൻ അറിയില്ലായിരുന്നു. പക്ഷേ ആ അധ്യാപകൻ പകർന്നു നൽകിയ അറിവുകളും പ്രോത്സാഹനങ്ങളുമാണ് ജഗനെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത്. പ്രശസ്തിയിലൂടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ജഗൻ ആ അധ്യാപകനെ കുറിച്ച് ഓർത്തു. അദ്ദേഹത്തിന് തൻ്റെ സംഗീതത്തിലൂടെ ആ അധ്യാപകന് നന്ദി അറിയിക്കാൻ ജഗൻ ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹത്തെ കണ്ടെത്താൻ ജഗന് കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ജഗൻ തൻ്റെ ജന്മനാട്ടിലെ ഒരു പഴയ സ്കൂളിൽ ഒരു സംഗീത വർക്ക്ഷോപ്പ് നടത്താൻ തീരുമാനിച്ചു. അവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് സംഗീതം പഠിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. വർക്ക്ഷോപ്പിൻ്റെ അവസാന ദിവസം ജഗൻ്റെ സംഗീതം കേൾക്കാൻ ഒരു വൃദ്ധനെത്തി. ജഗൻ്റെ പഴയ പിയാനോയുടെ ശബ്ദം കേട്ടപ്പോൾ ആ വൃദ്ധൻ വികാരാധീനനായി. ഇത് എൻ്റെ പഴയ പിയാനോ ആണല്ലോ, അദ്ദേഹം പറഞ്ഞു. ജഗൻ ആ വൃദ്ധനെ സൂക്ഷിച്ചു നോക്കി. അത് തൻ്റെ ബാല്യകാലത്തെ സംഗീത അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു വൃദ്ധനായിരിക്കുന്നു. ജഗൻ ആ വൃദ്ധനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പരിചരിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പതിയെ തിരികെ വന്നു. ജഗൻ തൻ്റെ അധ്യാപകന് വേണ്ടി ഒരു സംഗീത പരിപാടി സംഘടിപ്പിച്ച് അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു. ആ പരിപാടിയിൽ അദ്ദേഹം തൻ്റെ അധ്യാപകനെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആരും അറിയാതെ ജഗൻ്റെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന ആ നല്ല മനുഷ്യനെ ലോകമറിഞ്ഞു. ജഗൻ തൻ്റെ പ്രശസ്തിയും പണവും ഉപയോഗിച്ച് തൻ്റെ ജന്മനാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായി സംഗീതം പഠിപ്പിക്കാൻ ഒരു അക്കാഡമി ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഒരു നന്മയുടെ പ്രതിധ്വനിയായി മാറി. നാം ചെയ്യുന്ന ഓരോ നല്ല കാര്യവും ഒരു പ്രതിധ്വനി സൃഷ്ടിക്കുകയും കാലാന്തരത്തിൽ ലോകത്തെ സ്വാധീനിക്കുകയും ചെയ്യും. പ്രശസ്തിക്കോ അംഗീകാരത്തിനോ വേണ്ടിയല്ലാതെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നന്മകൾ ചെയ്യുക. ആ നന്മകൾ ലോകത്തിൽ സൗന്ദര്യവും സ്നേഹവും നിറയ്ക്കും.